ഗൈസ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും എന്നെനിക്കറിയില്ല. ഞാൻ ആക്ച്വലി ഒരു 10 വർഷത്തോളം നാട്ടിൽ VJ അതായത് ആങ്കറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ടേസ്റ്റി ഹെൽത്തി ഡെലീഷ്യസ് ഫുഡ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ടേസ്റ്റി ബൈറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. എൻ്റെ ലൈഫിലത്തെ ഏറ്റവും വലിയൊരു പാഷനായിരുന്നു ആങ്കർ ആവുക എന്നുള്ളത്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. അത് ചിലപ്പോൾ ഫണ്ണി ആയിട്ട് തോന്നും, ചിലപ്പോൾ ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നും, ചിലപ്പോൾ വെറും ബോറായിട്ട് തോന്നും. എന്നിരുന്നാൽ കൂടി സംഭവം എന്താണെന്നുള്ളത് ഞാൻ പറയാം. 2004 ഞാൻ ആങ്കർ ആവാൻ വേണ്ടി ശരിക്കും പോകുന്നത്. ആ ടൈമിലെന്ന് വെച്ചാൽ എൻ്റെ ബിടെക്കിന്, അതായത് +2 കഴിഞ്ഞ് ബിടെക്കിൽ ഞാൻ ചേർന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അനീഷ് എന്ന് അവൻ്റെ പേര്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അവൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരുപാട് ചാനലിലൊക്കെ പോയി നോക്കി ആങ്കർ ആവാൻ വേണ്ടിയിട്ട്, പക്ഷേ എനിക്ക് ചാൻസ് കിട്ടിയില്ല. അപ്പോൾ ചോദിച്ചാൽ ഏത് ചാനലൊക്കെ നീ പോയത്? അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ സമയത്ത് G1 TV എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് നമ്മുടെ എറണാകുളത്ത്, പലർക്കും അറിയാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ G1 TV എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ചാനലാണ്. അപ്പോൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് അവിടെ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പൊട്ട ബുദ്ധിക്ക് നമ്മുടെ ഇടവകപ്പള്ളിയിലത്തെ അച്ഛൻ്റെ ഒരു ലെറ്റർ എഴുതി വാങ്ങിച്ചു. അജയ് സ്റ്റീവൻ ഭയങ്കര കഴിവുള്ളവനാണ്, പള്ളിയിൽ ഭയങ്കര ആക്റ്റീവാണ്, അവന് ആങ്കർ ആവാനൊരു ചാൻസ് കൊടുക്കണം. എനിക്കറിയോ, +2 പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അത് ഭയങ്കര ഒരു സംഭവമായിരിക്കും. ഈ അച്ഛൻ്റെ ലെറ്ററായിട്ട് അവിടെ പോയാൽ എനിക്ക് ഉറപ്പായിട്ടും അവിടെ ആങ്കറായിട്ട് ഒരു വേക്കൻസി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ ലെറ്ററും അതുപോലെ തന്നെ എനിക്ക് 10ാം ക്ലാസ്സിലും +2 നാടകത്തിലും ഉപന്യാസത്തിലൊക്കെ കിട്ടിയ കുറച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് ഞാൻ എറണാകുളത്തേക്ക് വണ്ടി കയറാണ്. ആദ്യമായിട്ട് ഞാൻ എറണാകുളത്തേക്ക് ഒറ്റയ്ക്ക് പോണത് അപ്പോഴാട്ടോ. അപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വന്നു. അവിടെ G1 TVയുടെ ഓഫീസിൽ ചെന്നു. റിസപ്ഷനിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിവിടെ ആങ്കർ ആവാനായിട്ടൊരു ചാൻസ് വേണം, എൻ്റെ അച്ഛൻ്റെ ലെറ്ററൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് ഇത് കേട്ടിട്ട് ചിരിച്ചു. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു, റെസ്യൂം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ റെസ്യൂം ഉണ്ട്. അപ്പോൾ റെസ്യൂം ഞാൻ കൊടുത്തു. എന്നിട്ട് എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പുള്ളി എൻ്റെ അടുത്ത് വന്നു. റിസപ്ഷനിസ്റ്റ് എന്തോ പറഞ്ഞിട്ടാണ് പുള്ളി വന്നത്. പുള്ളി ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ട് ചിരിച്ചു. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, അല്ലാതെ ഈ ലെറ്ററും കാര്യങ്ങളൊന്നും നടക്കില്ല. നീ ആദ്യം ആങ്കറിങ്ങിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞു. ഫ്രഷറായി എനിക്ക് എവിടെ നിന്ന് എക്സ്പീരിയൻസ് കിട്ടാനാണ്. അങ്ങനെ ഞാൻ ആ ആഗ്രഹം കെട്ടിപ്പൂട്ടി വെച്ചു. അങ്ങനെയാണ് ഞാൻ ബിടെക്കിന് ചേരുന്നത്. ബിടെക്കിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ അനീഷ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ, ഞാനിപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ വിചാരത്തിൽ അവൻ വന്നിട്ട് വല്ല ഏതെങ്കിലും വലിയ ചാനലിൽ എനിക്ക് ഇപ്പോൾ സംഭവം സെറ്റാക്കി തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. ഒരു ദിവസം വൈകുന്നേരം അവൻ എന്നെയും കൊണ്ട് ചെറായിലേക്ക് പോവുകയാണ്. അവനെനിക്ക് ആങ്കർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി വാങ്ങിത്തരുന്നത് സിറ്റി ചാനൽ, ചെറായിൽ ആ ടൈമിലുള്ളൊരു ചാനലാണ് സിറ്റി ചാനൽ, അതിലാണ്. അപ്പോഴാണ് എനിക്കത് അറിയുന്നത് കേട്ടോ. അപ്പോൾ സിറ്റി ചാനൽ സിറ്റി ചാനൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വരാനല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാൻ സിറ്റി ചാനലിൽ പോവാണ്. പഴയ പോലെ തന്നെ റെസ്യൂമും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ ലെറ്റർ മാത്രമല്ല എത്തവണ. അങ്ങനെ അവൻ്റെ കൂടെ ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ഷേണായി എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ഇതിൻ്റെ ഓണർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അപ്പോൾ പുള്ളി ചാനലിൻ്റെ ഓഫീസിലല്ല ഉള്ളത്, വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ചാനലിൻ്റെ അടുത്ത് തന്നെ പുള്ളിയുടെ വീട്. ഞാനും അവനും കൂടി അവൻ്റെ ബൈക്കിൽ ആളുടെ വീട്ടിൽ ചെല്ലുന്നു. ഉമ്മറത്ത് തന്നെ പുള്ളി ഇരിപ്പുണ്ട്. പുള്ളി കുറച്ച് പ്രായമായിട്ട് കുറച്ച് വണ്ണത്തിലുള്ളൊരു മനുഷ്യനാണ്. പുള്ളി ഒരു മുണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു കാവ്യ മുണ്ട് എടുത്ത് ഉമ്മറത്തൊരു ചാരി കസേരയിലാണ് തോന്നുന്നത്, ഒരു കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ്. പുള്ളി എന്നെ കണ്ടു. ഞങ്ങളുടെ എൻ്റെ അടുത്തേക്ക് കയറി, എന്താ കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ആങ്കർ ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കരുതി ആളിപ്പോൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുക, പറയാൻ റെഡി ആയിട്ട്, നാടകത്തിലുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ കേട്ടോ. പുള്ളി എന്നോട് ചോദിച്ചു, വീട്ടിൽ സിറ്റി ചാനലുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലില്ല, ഞാൻ കൊടുങ്ങല്ലൂരാണ്. ഞാൻ പക്ഷേ ഇവൻ്റെ വീട്ടിൽ വരുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ അനീഷ് ഒട്ടും കുറച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് സിറ്റി ചാനൽ അടിപൊളി ചാനലാണ്, പ്രോഗ്രാമൊക്കെ അടിപൊളിയാണ്, അങ്ങനെ തകർത്ത് മറിച്ചു. പുള്ളി പറഞ്ഞു, യു ആർ അപ്പോയിൻറ്റഡ്. ഇത്രയും എളുപ്പത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ആദ്യമായിട്ടായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്, ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും. അങ്ങനെ ഞാൻ സിറ്റി ചാനലിൽ ആങ്കറായിട്ട് കയറാണ്. എൻ്റെ ലൈഫിലത്തെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് അത്. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴും ആ ഒരു ടൈമിലാണെങ്കിൽ കൂടി എനിക്കവിടെ സാലറിയോ റെമ്യൂണറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു 1/2 മണിക്കൂർ സ്പേസ് ഉണ്ട് ആഴ്ചയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അപ്പോഴത്തെ ആ ഒരു കോലം വെച്ച് എന്നെ അവരതിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വേറെ ഒരു കാര്യം ചോദിക്കാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ
ഭയങ്കര വലിയൊരു മനസ്സാണ് അവരുടേത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ കെയറാണ്. അവിടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലും. അവിടുത്തെ എഡിറ്ററും ക്യാമറാമാനൊക്കെ ഒറ്റൊരു പുള്ളിയാണ്, സാജു എന്ന പേര് അവൻ്റെ. അപ്പോൾ അവനും ഞാനും കൂടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ എഡിറ്റിംഗ് പരിപാടി നിർത്തും, ക്യാമറ എടുക്കും, ക്യാമറാമാനാവും. അവൻ്റെ ബൈക്കിൽ എന്നെയും കയറ്റി നേരെ ഞങ്ങൾ ചെറായി ബീച്ചിൽ പോകും. അവൻ്റെ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ മുതലാളി പുള്ളിയുടെ ബൈക്കുമ്പോൾ നമ്മൾ ത്രിബിൾസ് ഇരുത്തി ചെറായി ബീച്ചിൽ കൊണ്ടുവന്നാക്കും. അവിടെ നിന്ന് നമ്മൾ മൈക്കും ക്യാമറയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങും, അവിടെയുള്ള എല്ലാവരുടെ അടുത്ത് കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് സമ്മാനമായിട്ട് നമ്മളെല്ലാവരും ഉത്തരം പറഞ്ഞാൽ കൊടുക്കണമല്ലോ. സമ്മാനമായിട്ട് അവരോട് പറയാൻ നമ്മളൊരു പാട്ട് വെച്ച് തരാമെന്ന്. അതാണ് നമ്മുടെ ഇതിലത്തെ സമ്മാനം എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ 1 മണിക്കൂറുണ്ട് അവിടെ എത്താൻ. ബട്ട് നമ്മളവിടെ എത്തും കറക്റ്റ് സമയത്തൊക്കെ 1/2 മണിക്കൂർ മുമ്പ് എത്തും. വേറെ ഒന്നും കൊണ്ടല്ല, പ്രോഗ്രാമിന് വേണ്ടിയല്ല, ചിലപ്പോൾ ആ എഡിറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നോട്ടേ നമുക്ക് ആഗ്രഹമുണ്ട്. എനിക്കറിയില്ല ഇതെന്താ ചെയ്യണം, അവന് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. എനിക്ക് ആകെ അറിയാവുന്നത് കമ്പ്യൂട്ടറിൽ അവൻ എഡിറ്റ് ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് വീഡിയോസ് ഇടും. അപ്പോൾ അന്ന് ഞാൻ കാണുന്ന എൻ്റെ വീഡിയോസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് നോച്ച് ക്വാളിറ്റി ഉള്ള വീഡിയോസാണ്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പോരായ്മകൾ മാത്രമേ അതിലുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. ബട്ട് അതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. ഒരു 1.5 വർഷം 1.5 വർഷത്തിൻ്റെ അടുത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേരള വിഷൻ എന്ന് പറഞ്ഞൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് കേട്ടത്. അതായത് ഈ കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒക്കെ വലിയൊരു ചാനലാണ് കേരള വിഷൻ. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ഈ കേരള വിഷനിൽ ഞാൻ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ചെറായിൽ മാത്രമുള്ള എൻ്റെ റീച്ച് ഓൾ കേരള ലെവലിലേക്ക് എത്തും. അറ്റ്ലീസ്റ്റ് കേരള വിഷനുള്ള വീടുകളിലൊക്കെ എൻ്റെ പ്രോഗ്രാം എത്തുമല്ലോ. ഞാനങ്ങനെ നേരെ വീണ്ടും എറണാകുളത്തേക്ക് വണ്ടി കയറാണ്. കേരള വിഷൻ്റെ അവിടേക്ക് ചെല്ലുന്നു. കേരള വിഷനിലത്തെ ആൾക്കാരെ കാണുന്നു. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സിറ്റി ചാനലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, കുറേ നാളായിട്ട് ഞാൻ അവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, എനിക്കിവിടെ ഒരു ചാൻസ് കിട്ടുമോ പ്രോഗ്രാം ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നീ എന്ത് പ്രോഗ്രാമാണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോയിൻറ്റഡ്. അവിടെ വേറെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് CD ഒക്കെ റൈറ്റ് ചെയ്ത് വാങ്ങിച്ചിരുന്നു സാജുവിൻ്റെ കയ്യിൽ നിന്ന്, ഞാൻ ചെയ്തിരുന്ന പ്രോഗ്രാമിൻ്റെ. ദൈവാനുഗ്രഹം കൊണ്ട് അവരത് കണ്ടില്ല. അത് കാരണം തന്നെ എനിക്ക് അവിടെ ചാൻസ് കിട്ടി. അങ്ങനെ ഞാനൊരു 1 മിനിറ്റ് എന്നൊരു പ്രോഗ്രാമായിട്ട് അവിടെ കയറാണ്. അവിടെ എനിക്ക് ഉള്ള റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ ചെല്ലാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ എനിക്ക് 100 രൂപയാണ് തരുന്നത് അവർ. ഈ 100 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് 4 എപ്പിസോഡായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പെർ എപ്പിസോഡ് പൈസ നോക്കുകയാണെങ്കിൽ ഒരു എപ്പിസോഡിന് 25 രൂപ വെച്ച് എനിക്ക് കിട്ടാം. എന്നാലും ഓക്കെയാണ്. കാരണം എൻ്റെ മനസ്സിൽ അപ്പോഴും ഈ പൈസ എന്നുള്ളൊരു ചിന്ത വന്നിട്ടില്ല. എൻ്റെ മനസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന ആങ്കർ ഇനി കേരളം മുഴുവൻ അറിയപ്പെടാൻ പോവാണ്, വലിയൊരു ആങ്കർ ആവാൻ പോവാണ്. ആ ടൈമിൽ സ്റ്റാർ ആങ്കർ എന്നൊക്കെ പറഞ്ഞത് സന്തോഷ് പാരി എന്നൊക്കെ പറഞ്ഞ പുള്ളിയുണ്ട്. അങ്ങനെ കുറേ പേരുടെ ഇടയിലേക്ക് അജയ് സ്റ്റീഫൻ, മോനെ ഇതിപ്പോൾ ഒരു സന്തോഷം വേറെ എന്താ വേണ്ടത്. ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞാൻ കേരള വിഷനിൽ ഈ 1 മിനിറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യാനായിട്ട് കയറാം. അപ്പോൾ ആ സമയത്തും ശാരീരികമായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഉയരം കുറഞ്ഞ് കുറച്ച് വണ്ണത്തിൽ ആര് കണ്ടാലും അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു ആങ്കറാന്ന് തോന്നില്ല കൈസ്. അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ഇവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോയി. അപ്പോഴും കുസൃതി ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെയുള്ള ക്യാമറാമാൻ മിക്കപ്പോഴും ഉണ്ടാവാറെന്ന് വെച്ചാൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞ പുള്ളിയാണ്, ശ്രീജിത്ത് കല്ലുമുട്ടി. പ്രീതാട്ടന് ഞാനും അവിടെ ഷൂട്ട് ചെയ്യാൻ പോകുക. അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഒരു സോഡാ സർവത്ത്, അപ്പോൾ സോഡാ സർവത്ത് പപ്സ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും നമുക്ക് ചാനലിൽ നിന്ന് പൈസയായിട്ട് കിട്ടുന്നത്, ഫുഡിൻ്റെ പൈസയായിട്ട്. നമ്മൾ അതൊക്കെ കഴിക്കാറ്, അല്ലാതെ വലിയ ഫുഡ് ഐറ്റംസ് നമുക്ക് കഴിക്കാൻ പറ്റാറില്ല. ചോറോ ബിരിയാണി അതൊന്നും കിട്ടില്ല. എന്തെങ്കിലും സ്നാക്സും ഒരു ചായയോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ സോഡാ സർവത്ത് കുടിച്ച് അവിടെ നിൽക്കണം. ശ്രീതേട്ടൻ ബൈക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഹെൽമെറ്റ് ഉണ്ട് തന്നിട്ട് ബൈക്ക് കുറച്ച് ദൂരെ പാർക്ക് ചെയ്തേക്കും. അപ്പോൾ ഫോട്ടോ വെച്ച് കുറച്ച് ദൂരെ പോയി. കുറേ നേരമായിട്ടും പുള്ളിനെ കാണാനില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സോഡാ സർവത്തിൻ്റെ പൈസ കൊടുത്തു, പപ്സിൻ്റെയും പൈസ കൊടുത്തിട്ട് ഞാൻ പതുക്കെ ആളന്വേഷിച്ച് ബൈക്ക് വെക്കിനടുത്ത് പോയപ്പോൾ ബൈക്ക് അവിടെ ഇല്ല, ആളും അവിടെ ഇല്ല. അപ്പം ഞങ്ങൾക്ക് ഇയാളിത് ഇവിടെ പോയി എന്നെ കൂട്ടാണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടെ നമ്മളവിടെ കുറേ നേരമായിട്ട് ഷൂട്ട് ചെയ്യണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു ചേട്ടനോട് പറഞ്ഞു, മോനെ നിൻ്റെ കൂടെ വന്ന ആ ക്യാമറാമാനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഇയാളിതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് എന്ത് പരിപാടി ചെയ്തത്, ഇയാൾ എന്തിനാ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? ഞാനപ്പോൾ നേരെ ആദ്യമായിട്ട് ഞാൻ അന്നാ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. ഞാൻ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. അവിടെ അടുത്ത് തന്നെയാണ് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അവിടേക്ക് ചെല്ലാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ പുറത്തൊരു പോലീസുകാരൻ നിൽപ്പുണ്ട്. പുള്ളി എന്നെ കേട്ടപ്പോൾ ചെറിയ പ്രായമാണ്. അപ്പം എന്താണ് അവിടെ? അപ്പോൾ ഞാൻ വെച്ചു, ഞാൻ എൻ്റെ കൂടെ വന്ന ആളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആള് നിൻ്റെ കൂടെ അതിന് വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ക്യാമറാമാനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കണതെന്ന് പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു അറസ്റ്റ് ചെയ്യേ, നീ അകത്തേക്ക് ചെല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാട്ടോ. അകത്തേക്ക് കയറുമ്പോൾ എന്ന് വെച്ചാൽ ആ പോലീസ് സ്റ്റേഷൻ്റെതായ ഒരു ആംബിയൻസ് അപ്പോഴാണ് ഞാൻ കാണുന്നത്. ലോക്കപ്പിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ CCTV ഉണ്ടെന്ന് എൻ്റെ അറിവ്. കാരണം ഞാൻ കയറി ചെല്ലുമ്പോഴുള്ള സ്ക്രീനിൽ ലോക്കപ്പിലത്തെ 1-2 ജയിൽ പുള്ളികൾ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു, അവർ അതിൻ്റെ അകത്ത് നിൽക്കണത്. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കും. SI എന്നെ വിളിച്ചു, സൈഡിൽ തന്നെ ശ്രീതേട്ടൻ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ SI എന്നോട് ചോദിച്ചു നീ ആരാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പുള്ളിയുടെ കൂടെയുള്ളതാണ്. എന്നാൽ നീയും ഇങ്ങോട്ട് മാറിയിക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നെ, ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ ശ്രീതേട്ടൻ്റെ അടുത്ത് പോയിരുന്നു. എന്നിട്ട് ചോദിച്ചു നീയാണോ ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ? അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഇതിൻ്റെ ആങ്കറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരി, നീ ആങ്കറാണ്, അപ്പോൾ നീ എന്ത് പ്രോഗ്രാമാണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു പറഞ്ഞു. അപ്പം തന്നെ അവിടുത്തെ SI എൻ്റെ അടുത്ത് 2-3 പോലീസുകാർ അപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അവർ എന്നാൽ നീ ഒരു കുസൃതി ചോദ്യം ചോദിച്ചേ, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ഇവനെ കൊണ്ടുപോകാം. എൻ്റെ മോനെ, എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എനിക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം. ഞാൻ ആകെ ടെൻഷനില്ല. ശ്രീധരൻ ഒന്നും മിണ്ടല്ല കേട്ടോ. അപ്പം ഇങ്ങനെ എന്തിനാ പിടിച്ചതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു ഞാൻ ഒറ്റ ബുദ്ധിയാലോ. അപ്പം തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, കുസൃതി ചോദ്യം. ഏത് ചോദ്യമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ചോദ്യം കേട്ടിട്ട് ഇവർ കുറേ നേരം അങ്ങോട്ടും ചോദിച്ചു, ഇവർക്ക് ഉത്തരം കിട്ടണില്ല. അപ്പോൾ ഇവർ പറഞ്ഞു എന്താ ഉത്തരം? അപ്പം ഞാൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർക്ക് ചിരിച്ചു കേട്ടോ ഉത്തരം കേട്ടിട്ട്. എന്താൾ പറഞ്ഞു എടാ നീ പറ, നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഹെൽമെറ്റ് വെക്കണം. ഇവൻ വെച്ചിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, പുള്ളിയുടെ ഹെൽമെറ്റ് എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരമുള്ളതെന്നുണ്ടെങ്കിൽ വെക്കണ്ടേ? വെക്കാണ്ടിരിക്കുന്നത് തെറ്റല്ല അവൻ ചെയ്തത്. പറഞ്ഞു തെറ്റാണ്, നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടും. അങ്ങനെയൊക്കെ പോലീസ് കുറേ ലെക്ചറൊക്കെ തന്നു. അവസാനം പുള്ളി ശ്രീധരനോട് പറഞ്ഞു ഓക്കെ എന്നാൽ ശരി നീ പോയിക്കോ, ഇവൻ്റെ ഈ കുസൃതി ചോദ്യം നിന്നെ രക്ഷിച്ചു പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിടാണ് ചെയ്തത്. പൈസയോ അങ്ങനത്തെ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. കൊടുക്കാനായിട്ട് നമ്മുടെ ഇല്ല, ചാനലിൽ നിന്ന് വേറെ ആരെങ്കിലും വരേണ്ടി വരും. അങ്ങനെ ഇതും ആദ്യമായിട്ട് അങ്ങനെയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അങ്ങനെ ഞാൻ കുറേ നാൾ കേരള വിഷനിൽ വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ എക്സ്പീരിയൻസ് ഒക്കെ ആയല്ലോ എനിക്ക്. അപ്പം എനിക്ക് എന്തായാലും ജീവൻ TV-യിൽ ചാൻസ് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പം ഞാൻ അന്ന് ആ പ്രൊഡ്യൂസറിൻ്റെ പേര് ചോദിച്ചു വെച്ചായിരുന്നു, എന്നെ ആദ്യം എക്സ്പീരിയൻസ് ആയിട്ട് വരാൻ പറഞ്ഞ പ്രൊഡ്യൂസറിൻ്റെ. അങ്ങനെ ഈ കേരള വിഷനിലത്തെ എക്സ്പീരിയൻസും സിറ്റി ചാനലത്തെ എക്സ്പീരിയൻസൊക്കെ ആയിട്ട് ഞാൻ ഇവിടേക്ക് പോവാണ്, ജീവൻ TV-യിലേക്ക്. ജീവൻ TV ചെന്നു. ഞാൻ പ്രൊഡ്യൂസറുടെ പേര് പറഞ്ഞു. റിസപ്ഷനിൽ ഭയങ്കര ഇതിലാണ് പറയണത്, കാരണം എനിക്ക് ഉറപ്പാണ് എക്സ്പീരിയൻസ് ആയി, എനിക്ക് അവിടെ ചാൻസ് കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്താ അവരോട് ചോദിച്ചു ഇങ്ങനെ പ്രൊഡ്യൂസർ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ ചെയ്തിട്ട് അവരെന്നോട് ഫോൺ വെച്ചു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു ഈ പ്രൊഡ്യൂസർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി, ആളിപ്പോൾ തിരുവനന്തപുരത്താണ് വേറെ ചാനലിലാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ആകെ സങ്കടമായി. ഞാൻ പറഞ്ഞു എനിക്കിവിടെ ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആങ്കറായിട്ട് റെസ്യൂമൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്, എക്സ്പീരിയൻസ് ആയി എന്ന് പറഞ്ഞു. ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് വേറെ ആളാട്ടോ. അവരും ചിരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ വേറൊരു പ്രൊഡ്യൂസറെ വിളിച്ചു. ആ പ്രൊഡ്യൂസർ ദൈവാനുഗ്രഹം ഇവരൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവർ വന്നു എന്നോട് വർത്താനം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ സ്ഥലത്തൊക്കെ ആങ്കറാണ്, എനിക്ക് ഇവിടെ ഒരു ചാൻസ് വേണം. അപ്പോൾ പറഞ്ഞു ഇവിടെ പ്രോഗ്രാം ഒന്നുമില്ല പുതിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായി എൻ്റെ ഒരു സ്ക്രീൻ ടെസ്റ്റെങ്കിലും എടുക്കും, ഞാൻ നന്നായി പെർഫോം ചെയ്തു, നിങ്ങൾക്കത് മനസ്സിലാവും. ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയണത് കേട്ടോ. പുള്ളി പറഞ്ഞു സ്ക്രീൻ ടെസ്റ്റ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല, CV ഇവിടെ തന്നിട്ട് പോയിക്കോ, എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഏകദേശം 1 വർഷത്തോളം ജീവൻ TV-യിലേക്ക് വിളിക്കും. വേറൊരു ചാനലിൽ ഞാൻ നോക്കണില്ല കേട്ടോ. എപ്പോഴെങ്കിലും ചാൻസ് വരുമ്പോൾ പുള്ളി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 1 വർഷത്തോളം കേരള വിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ജീവൻ TV-യിലേക്ക് വിളിക്കും. എന്നിട്ട് ഈ പ്രൊഡ്യൂസറെ ചോദിക്കും. കണക്റ്റ് ആവാറില്ല. ഞാൻ പറഞ്ഞ എൻ്റെ റെസ്യൂമ് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ ചാൻസ് തരാം. പക്ഷേ അതെവിടെ എത്തിയില്ല ഗൈസ്. അന്നൊക്കെ എൻ്റെ വിചാരം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇപ്പം ഇല്ല ചാൻസ്, പിന്നെ തരാമെന്നാണോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ അവർ നമ്മൾ വിളിക്കും, ചാൻസ് കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ചാൻസ് കിട്ടില്ല, അപ്പോൾ നമ്മൾ വേറെ ചാനലുകളിലേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല ചാനലിലും ഞാൻ കയറി ഇറങ്ങി. ഒരു പക്ഷേ അല്ല 100% ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പെർഫോമൻസ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ പല ചാനലുകളിലും എനിക്ക് ചാൻസ് കിട്ടിയില്ല. അവസാനം കൈരളിയുടെ ചാനലിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ചാൻസ് എനിക്ക് അവിടെ കിട്ടാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോഗ്രാമല്ല, സിനിമേനെ കുറിച്ച് പറയാം, ഇന്ന സിനിമ, ഇന്ന ഡയറക്ടർ, ഗാനരചയിതാവ് ഇന്ന ആള്, എന്നിട്ട് അതിലത്തെ ഒരു പാട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആട്ടോ. ഇതിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനപ്പാഠം പഠിച്ചു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങളോട് ഇങ്ങനെ ഫ്ലോയിൽ സംസാരിക്കണല്ലേ, അല്ലാതെ എനിക്ക് മനപ്പാഠം കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എനിക്കറിയില്ല അതെന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ല, പേരുകൾ മാറിപ്പോവും, പെട്ടെന്ന് ഞാൻ ടെൻസ്ഡ് ആവും അങ്ങനെ കാണാപ്പാടം ഒരു സംഭവം പറയണമെന്നുണ്ടെങ്കിൽ.
അപ്പോൾ ഞാനവിടെ പോയി പ്രോഗ്രാം പെർഫോം ചെയ്തു. പക്ഷെ ഭയങ്കര മോശമായിരുന്നു എൻ്റെ പെർഫോമൻസ്. എനിക്ക് തന്നെ അറിയാം, ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടണ്ടേ, അതുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൈരളി എന്ന് പറഞ്ഞൊരു ചാനലാണ്, വി എന്നായിരുന്നു, കൈരളി വി. അതിൽ ഒരു പ്രോഗ്രാം കിട്ടാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് കാരണം ഞാൻ പെർഫോം ചെയ്തു. അങ്ങനെ 2-3 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡായപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എടാ ഈ പ്രോഗ്രാം നമ്മളിനി അധികം കണ്ടിന്യൂ ചെയ്യില്ല, നമ്മളിത് നിർത്താണ്. ഞാൻ പറഞ്ഞു ഓക്കെ. കഴിഞ്ഞ ദിവസം മമ്മൂട്ടി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മൂട്ടിയാ? അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ദൈവം എൻ്റെ പരിപാടി കണ്ട് മമ്മൂട്ടി വിളിക്കേ പറഞ്ഞു. എന്താ പറഞ്ഞ മമ്മൂട്ടി? അപ്പോൾ പുള്ളി പറഞ്ഞത്, ഈ പ്രോഗ്രാമിൻ്റെ ആങ്കർ മലയാളം മര്യാദയ്ക്ക് പഠിക്കാൻ പറ, അവൻ സിനിമയിലത്തെ ആരുടെയോ പേര് പറഞ്ഞത് തെറ്റായിട്ടാണ് പറഞ്ഞതെന്ന്. എനിക്ക് സങ്കടമായി ഗൈസ്. എന്നാലും മമ്മൂട്ടി നമ്മളെ നോട്ടീസ് ചെയ്തു. ആ സമയത്ത് സങ്കടമായിരുന്നു. ആക്ച്വലി അന്ന് പോയിട്ടായിരുന്നു എൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് അതിൻ്റെ ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ പ്രോഗ്രാം ചെയ്തിട്ടില്ല. പിന്നെ വല്ലപ്പോഴും വല്ല ചാനലിലും എന്തെങ്കിലും ഒരു ക്രിസ്മസിൻ്റെ ഓണത്തിൻ്റെ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ വിളിക്കും. അങ്ങനെ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ അതുപോലെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. കള്ളപ്പത്തിൻ്റെ രുചി തേടിയുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നാടൻ രുചിയിലെ പരമ്പരാഗത ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുവാനാണ് ഇപ്പോൾ മോളിയമ്മച്ചിയുടെ ഒപ്പം ഞാൻ നിൽക്കുന്നത്. അമ്മച്ചി, ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട്? അങ്ങനെ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റിലത്തെ ആ ഒരു പ്രോഗ്രാമിന് എനിക്ക് 1000 രൂപ കിട്ടിയായിരുന്നു കേട്ടോ. അതൊരു 2 ദിവസത്തെ ഷൂട്ടായിരുന്നു, ഒരു ക്രിസ്മസ് പ്രോഗ്രാം ആയിരുന്നു. അതായിരുന്നു എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് അതുവരെ കിട്ടിയതിൽ ഏറ്റവും വലിയൊരു എമൗണ്ട് എന്ന് പറയുന്നത്. എമൗണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു ആ ഒരു പ്രോഗ്രാം ചെയ്തതിൽ. അത് കഴിഞ്ഞ് ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത സമയത്താണ് പിന്നെ ഞാൻ ചാനലിൽ കയറുന്നത്. അത് വന്നിട്ട് നമ്മുടെ കൊച്ചു ടി വിയിലായിരുന്നു. അത് ആ ഒരു ചാനലിൽ കയറുന്നതെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. എനിക്കൊരു ഫുഡിൻ്റെ പ്രോഗ്രാമാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് പോകും, ഒരു ഷെഫ് ഉണ്ടാവും, ഷെഫിൻ്റെ കൂടെ നമ്മൾ കുക്ക് ചെയ്യും, എന്താ ഭക്ഷണം കഴിക്കുക. ഇതായിരുന്നു പ്രോഗ്രാം. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പ്രോഗ്രാം. കുറേ ഭക്ഷണം കഴിക്കാൻ പറ്റും, കുറേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ കൊച്ചു ടി വിയിൽ ഞാൻ കയറാണ്. അത് കയറുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സൂര്യ ടി വിയുടെ ഒരു മ്യൂസിക് ചാനലുണ്ട്, അതിൽ ചാൻസ് ചോദിച്ചാണ് പോകുന്നത്. പക്ഷെ അതിൽ കിട്ടിയില്ല, പകരം ഇതിലാണ് കിട്ടുന്നത്. പാചകത്തിൽ അല്പം കാര്യം കാണാൻ വേണ്ടി കുട്ടികൾ മാത്രമായിരിക്കില്ല ഉണ്ടാവുക, അവരുടെ ചേട്ടന്മാരും തീർച്ചയായിട്ടും ഉണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഇടതുഭാഗത്ത് കേൾക്കുന്നത് ഇവിടെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡും സൗന്ദര്യമുള്ള ഷെഫാണ് ശ്രീജ. ശരിയാണോ? അതെ, ശരിയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീജ പരിചയപ്പെട്ട സ്ഥിതിക്ക് എന്തായാലും ഒരു ചെമ്പരത്തിപ്പൂ ഇരിക്കട്ടെ. താങ്ക് യു. അതാണ് നമ്മൾ സാധാരണ ഷെഫ്മാരൊന്നും പരിചയപ്പെടുമ്പോൾ അങ്ങനെ പോകുന്നും കൂടെ അറിയില്ല. ശ്രീജ ആയതുകൊണ്ട് മാത്രമാട്ടോ ചെമ്പരത്തിപ്പൂ. ഓക്കെ, അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ചാനൽ ലൈഫ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊച്ചു ടി വി കഴിഞ്ഞ് ഞാൻ 6 മാസത്തോളം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഗൾഫിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഗൾഫിൽ വന്നു. അപ്പോഴും നമ്മുടെ ഉള്ളിൽ ചാനൽ അല്ലെങ്കിൽ എന്താ പറയുക മീഡിയ എന്നൊരു സംഭവം നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗൾഫിൽ വന്നിട്ട് ഞാൻ ആദ്യം റേഡിയോയിലാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. ഇത്ര നാളത്തെ ചാനൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് എല്ലാ റേഡിയോ ചാനലിലേക്കും ഞാൻ റെസ്യൂം അയച്ചു കൊടുത്തായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആരും എന്നെ വിളിച്ചില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്കറിയാം, ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ ഒരു RJ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ആ ചാനലിലുണ്ടാവും, അല്ലെങ്കിൽ ആ റേഡിയോയിലുണ്ടാവും. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ വേറൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഫേമസ് ആങ്കേഴ്സ് RJs അവിടെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ റേഡിയോ ആയിട്ട് എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല, അവർ വിളിക്കണമെന്നും ഇല്ലല്ലോ. അങ്ങനെ ഏകദേശം കല്യാണം കഴിയുന്നത് വരെയുള്ളൊരു 2-2.5 വർഷത്തോളം ഈ ആങ്കറിങ്ങും സംഭവങ്ങളും ഒന്നും ഇല്ലാതിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ അപ്പോൾ എന്തോ ഒരു മിസ്സിങ് പോലെ, കാരണം നമ്മുടെ ഒരു പാഷൻ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നില്ലേ, ആ ഒരു തോന്നലായിരുന്നു. അപ്പോൾ ഞാനത് ഇടയ്ക്ക് ഇവയോട് പറയും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കണ്ടൻറ്റ് എന്തിടണമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെറുതെ നാട്ടിലിറങ്ങി ഏതൊക്കെയോ സിനിമയുടെ റിവ്യൂ ജസ്റ്റ് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇവനെ കാണിച്ചു. ഇവ സൂപ്പർ സാധനം പറഞ്ഞു. ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് മോശം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യത്തിൽ അവൾ അതിലൊരു നല്ലത് കണ്ടെത്തും, അത് നല്ലതാണ് എന്ന് അവൾ പറയും. ഒപ്പം അതിൻ്റെ ഡ്രോബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പറയും. പക്ഷെ ഒറ്റയടിക്ക് ഡ്രോബാക്ക് പറഞ്ഞ് നമ്മളെ തളർത്തി കളയില്ല. അത് കാരണം ആ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തു, ആ വീഡിയോ അജിത്തിന് അയച്ചു കൊടുത്തു. അറിയാലോ, എൻ്റെ ഫ്രണ്ട്. അവൻ ആ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു, അളിയാ ഇത്രയും ബെസ്റ്റ് ഒരു പരിപാടി ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. അവൻ കളിയാക്കി പറഞ്ഞതായിരുന്നു അത്, എനിക്കത് മനസ്സിലായില്ല ആ സമയത്ത്. അത് കാരണം ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. നമസ്കാരം, ഞാൻ അജയ് സ്റ്റീഫൻ. ഇന്നെത്തിയിരിക്കുന്നത് 2 സിനിമകളെക്കുറിച്ചുള്ള റിവ്യൂ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ കണ്ടു, ആ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ വേണ്ടി. നിങ്ങളും അത് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ സിനിമകൾ, കാരണം അത്ര നല്ല സിനിമയാണ്. അതിനുശേഷം ആരും വീഡിയോ കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു വന്നു. അങ്ങനെ
അപ്ലോഡ് ചെയ്ത് ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസും എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയാതെ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് വീഡിയോസ് വന്ന് അവസാനം നമ്മുടെ ചാനൽ ഈ ഒരു നിലയിലേക്ക് എത്തി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പാഷൻ, അതായത് മീഡിയയിലെത്തുക അല്ലെങ്കിൽ ആങ്കർ ആവുക എന്നുള്ളൊരു പാഷനാണ് എന്നെ ഇവിടേക്ക് ആക്ച്വലി ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. ഈ ഒരു സ്റ്റോറി നിങ്ങൾ മുഴുവൻ കേട്ടിട്ടുണ്ടാവും എന്നുണ്ടെങ്കിൽ, ഇത് അല്പമെങ്കിലും മോട്ടിവേഷൻ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ, അത് ചിലപ്പോൾ ഗാർഡനിങ് ആവാം, പെയിൻറ്റിങ് ആവാം, അത് കളയരുത്. അതിന് വേണ്ടി സമയം കണ്ടെത്തുക. ഒരുപക്ഷെ പാഷൻ നമുക്ക് പ്രൊഫഷനാക്കാൻ പറ്റിയിരിക്കില്ല. അപ്പം എനിക്ക് പാഷൻ പ്രൊഫഷനാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ബട്ട് സ്റ്റിൽ ആ പാഷൻ ഞാനിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് 30 അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരിത് കാണാൻ വേണ്ടിയുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാനെന്നൊരു ആങ്കറിൻ്റെ 20 വർഷം മുമ്പ് ഞാൻ ആഗ്രഹിച്ച ആഗ്രഹത്തിൽ ഞാൻ എത്തിപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. എന്നെ സംബന്ധിച്ച് അതൊരു സക്സസ് ആണ്. എൻ്റെ ഒരു ആങ്കറിങ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സക്സസ് സ്റ്റോറി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഐ ബിൽഡ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. അപ്പം ഇത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. എന്തെങ്കിലും ഒരു പാഷൻ, എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഒബ്വിയസ്ലി നിങ്ങളത് അച്ചീവ് ചെയ്യും. അല്ലെങ്കിൽ സംവേ ഓർ ദി അതർ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലേണിംഗ് കിട്ടും. കാരണം എനിക്ക് കിട്ടിയ ഒരുപാട് ലേണിങ്സിൻ്റെ അവസാനമാണ് ഒരു എൻഡ് പ്രോഡക്റ്റാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു ചാനൽ. ഇത് ഇപ്പോഴും കംപ്ലീറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എൻ്റെ ചാനലിന്, എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി മുമ്പിലേക്ക് പോകുമ്പോൾ. ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓ മൈ ഗോഡ്, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഈ ഒരു ജേർണീനെ കുറിച്ചായിരുന്നു. അറിയില്ല ഇത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും തലയിലേക്ക് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. എന്തായിരുന്നാൽ കൂടി കമൻറ്റ് ബിലോ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. മേരി മാർഗരറ്റ്, ഐ ലവ് യു.